ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു വെറൈറ്റി ചെമ്മീൻ ഫ്രൈ ആണ്. അതിനു വേണ്ട സാധനങ്ങൾ: 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്, അതിന് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി, പെരുംജീരകം, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, മുളക് പൊടി. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. പിന്നെ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അന്നേരം ഈ ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം അന്നേരം ഇതിൻ്റെ അകത്തുള്ള വെയിനും നീക്കണം. നേരം ഇത് കണ്ടോ, കുഞ്ഞതാണ്. നേരം ഇതിൻ്റെ അകത്ത് വെയിൻ നമുക്ക് എടുത്ത് അങ്ങോട്ട് കളയണം. എടുത്തിട്ട് കണ്ടോ, ഇതെടുത്ത് അന്നേരം നമുക്ക് ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മൾ ചെമ്മീനിൽ പെരട്ടാനുള്ളതെല്ലാം ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതെന്നാന്നറിയത്തില്ലേ മോൾക്ക്? ഈ ഇർക്കിലി കണ്ടോ, ഈ ഇർക്കിലി എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെമ്മീൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പതുക്കെ കയറ്റി എടുക്കണം. ഇതേപോലെ എടുക്കണം. ഇത് എന്തിനാ ചെയ്യണേന്ന് മോൾക്കറിയോ? കാരണം എന്നാന്നറിയോ? നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഇത് ചുരുണ്ടു പോകും. അന്നേരം അങ്ങനെ ചുരുളാതെ ഇങ്ങനെ നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യണേ. മനസ്സിലായോ മോൾക്ക്? അന്നേരം നമ്മൾ ഇവിടെ അരച്ചു പറ്റിയൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കുരുകുരാന്ന് കുഞ്ഞായിട്ട്, തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇങ്ങനെ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കണം. അതിനുള്ള ചെമ്മീൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. നേരം നമ്മുടെ ചെമ്മീനിൽ അരപ്പൊക്കെ പിടിച്ച് റെഡിയായിട്ടുണ്ട്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നേരം ഈ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ ചെമ്മീനൊക്കെ കയ്യിലൊക്കെ എടുക്കുമ്പം ചെമ്മീൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. നേരം സ്മെല്ലൊക്കെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങളുടെ വീട്ടിൽ നാരകത്തിൻ്റെ ഇല ഒക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊന്ന് അതിൻ്റെ നീരൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇത് ചെയ്താൽ കയ്യിലൊന്ന് തിരുമിയാൽ അങ്ങനെ സ്മെല്ലൊന്നും വരത്തില്ല. നാരകത്തിൻ്റെ ഇലയില്ലെങ്കിൽ നാരങ്ങയുടെ പുറത്ത് തൊണ്ടില്ലേ, അത് തേച്ചാലും മതി. നേരം അടുപ്പത്ത് ഇത് വെച്ചിട്ടുണ്ട്. നമുക്കത് സൈഡ് മറിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. എല്ലാം അതേപോലെ തിരിച്ചു കൊടുക്കാം. ചെമ്മീൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് കൂടെ മൊരിയാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്.
ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നേരം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഷേപ്പിലും അതിന്റെ ഷേപ്പൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ട്. സാധാരണ നമ്മൾ ചെമ്മീൻ വറുക്കുന്ന പോലെയല്ല, ഒരു ഷേപ്പിലൊക്കെയാണ് ഇതിരിക്കുന്നത്. അന്നേരം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു.